കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. 1.5 വർഷം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. സഖാവ് കോടിയേരി ഇല്ലാത്ത ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി വിനോദിനി ബാലകൃഷ്ണൻ ചേരുന്നു. അപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ളൊരു തെരഞ്ഞെടുപ്പ് ഓർമ്മകളൊക്കെ? ബാലകൃഷ്ണൻ്റെ എല്ലാ കാര്യങ്ങളും പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും. വളരെ ശാന്തമായി, അവരുടെ ആവേശമോ എന്നാലൊരു നിസ്സംഗതയോ ഒന്നുമില്ലാതെ വളരെ ചടുലമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന രീതിയായിരുന്നു. ഇലക്ഷനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് പുറപ്പെട്ടാൽ പിന്നെ രാത്രി ഏതെങ്കിലും സമയത്തായിരിക്കും വീട്ടിലെത്തുന്നത്. വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആരെയൊക്കെ ഇനി വിളിക്കാനുണ്ട്, ആരെയൊക്കെ ഓർമ്മിപ്പിക്കണം, അതൊക്കെ മനസ്സിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാകും. അടുത്ത പണി അതായിരിക്കും, ആളുകളെ വിളിക്കലും സംസാരിക്കലും. വീണ്ടും രാവിലെ ഞാൻ കൂടെ പോയ ഓർമ്മകളൊന്നുമില്ല. ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് പോകാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അതായത് ഇലക്ഷൻ ക്യാമ്പയിന് അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല പോകാറില്ല, ഒരിക്കലും പോയിട്ടില്ല. അദ്ദേഹം മത്സരിച്ചപ്പോഴേ അദ്ദേഹത്തിന് ശക്തരായ എതിരാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ണിത്താനല്ലേ തെരഞ്ഞെടുപ്പ് എതിര് കൂടെ നിൽക്കുന്ന ആൾ രണ്ടുപേരും അങ്ങോട്ട് അങ്ങനെ വിചാരിക്കാം. അല്ലാണ്ട് ഇന്നയാൾ വലിയ എതിരാളി മറ്റേ ആൾ ചെറിയ എതിരാളി എന്നൊന്നും ഇല്ലല്ലോ. 4-5 തവണ തലശ്ശേരി മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചിട്ടുണ്ടല്ലോ. നല്ല ഫൈറ്റെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ ഇതിൽ പറയുന്ന പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നെല്ലാം പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബാലകൃഷ്ണൻ കണ്ടാൽ അതൊന്നും തോന്നില്ല. ഞാൻ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ബാലകൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുന്നത് തലശ്ശേരിയിൽ. ആദ്യമായിട്ട് ഭർത്താവിന് വോട്ട് ചെയ്തപ്പോൾ ശരിക്കും തോന്നി? ഭയങ്കര അഭിമാനം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. എന്നാൽ ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പല്ലേ, അതുകൊണ്ട് ടെൻഷനും ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ ആദ്യത്തെ വോട്ട് എൻ്റെ ഭർത്താവിന്. അത് സഖാവ് കോടിയേരി ഇല്ലാത്ത ആദ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തിരഞ്ഞെടുപ്പുള്ളത് ആയതുകൊണ്ട് മാത്രമല്ല, എല്ലാ നിമിഷവും ഞാൻ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ടൊന്നല്ല, കടന്നു പോകുന്ന ഓരോ നിമിഷവും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും പുറത്ത് പോകുമ്പോഴോ അല്ലെ ഇവിടെ തന്നെ ഇരിക്കുമ്പോഴോ ഉണ്ടായിരുന്നെങ്കിൽ സദാസമയവും ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അത് ഇലക്ഷൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായതുകൊണ്ടൊന്നല്ല, എപ്പോഴും എൻ്റെ കൂടെ, അതെൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും, എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിപ്പോൾ ഇവിടെ വടകര മണ്ഡലമാണല്ലോ. അതെ, ഇവിടെ ശൈലജ ടീച്ചറാണ് LDF സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. എങ്ങനെ മത്സരത്തെ കാണിച്ചു? 2 സ്ഥാനാർത്ഥികളെയും ഞാൻ കുറച്ച് കാണുന്ന കൂട്ടി കാണണമെന്നില്ല. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ ആദ്യം നിർവചിക്കാനൊന്നും പറ്റിയ അത്ര വലിയ രാഷ്ട്രീയ വിവരമൊന്നുള്ള ആളല്ല ഞാൻ. ശൈലജ ടീച്ചർ ജയിക്കണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ശൈലജ ടീച്ചർ ജയിക്കും. കോടിയേരി എന്ന സഖാവിനെ കുറിച്ച്, എന്ന ഭർത്താവിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളാണ് പ്രിയ പത്നിക്ക് പങ്കുവെക്കാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിടവ് അത് കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും നികത്താനാവാത്ത ഒന്ന് തന്നെയാണ്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.